സാറേ, എറണാകുളം ജില്ലയിലെ മരടിൽ 2 ഫ്ലാറ്റ് സമുച്ചയങ്ങളിലെ ഏതാണ്ട് 360ഓളം ഫ്ലാറ്റുകൾ ഒരു നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർത്തു. 4 വർഷം കഴിഞ്ഞു സംഭവം നടന്നിട്ട്. എന്നിട്ട് ഇതുവരെയും അതിൻ്റെ നഷ്ടപരിഹാരം ആ ഫ്ലാറ്റ് വാങ്ങിയ ഉടമകൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നു, ഇപ്പോൾ ഗോൾഡൻ കായലോരം, അതാണ് അതിൻ്റെ നിർമ്മാതാവ്, അവർ പറയുന്നത് ഞങ്ങൾ ഈ കായലോര നിയമം ചട്ടം അത് ലംഘിച്ചതിനല്ല നോട്ടീസ് തന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി പറയുകയാണ്, എന്തിനാണ് അങ്ങനെ ഫ്ലാറ്റ് പൊളിച്ചു നീക്കിയത്, കനത്ത പിഴ ഈടാക്കി അത് അതുപോലെ നിർത്തിയാൽ പോരെ എന്ന് പറയുന്നു. അപ്പോൾ അന്ന് ജഡ്ജിമാർ ഒരു നിലപാടെടുക്കുന്നു, ഇന്ന് ജഡ്ജിമാർ വേറൊരു നിലപാടെടുക്കുന്നു. സാധാരണക്കാരായ മനുഷ്യൻ എന്താ മനസ്സിലാക്കേണ്ടത്? അതെ അതെ, ഇപ്പോൾ ഇത് വല്ലാത്തൊരു ക്രൂരമായ കോമഡിയോ തമാശയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ കായലോരം, പിന്നെ ഹോളി ഫെയ്ത്ത് H2O എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ 5 കെട്ടിടങ്ങൾ ഒരുമിച്ച് പൊളിക്കാൻ ഓർഡർ വന്നു. അപ്പോൾ തീരദേശ പരിപാലന നിയമത്തിൻ്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് അത് പൊളിച്ചു കളഞ്ഞ്. പക്ഷേ ഗോൾഡൻ കായലോരത്തിൻ്റെ ആൾക്കാർ വന്നപ്പോൾ വാദിക്കുന്നത് അവരുടെ കേസിൽ തീരദേശ പരിപാലന നിയമമല്ല അപ്ലൈ ചെയ്തതെന്നും പറഞ്ഞപ്പോൾ അവർ പണം അവരെന്നല്ല ആർക്കും ഈ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി ഉള്ള ഒരു ജസ്റ്റിസിന് ഒരു ബോധോദയം ഉണ്ടായിരിക്കുകയാണ്. അതായത് BR ഗവായി എന്ന് പറയുന്നത് ജസ്റ്റിസ് BR ഗവായി ചോദിച്ചിരിക്കുകയാണ്, ഈ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റണമായിരുന്നോ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു ചോദ്യം കൂടി ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കെട്ടിടങ്ങൾ പോയി, പക്ഷേ ഭൂമി അവിടെ ഉണ്ടല്ലോ, സ്ഥലം, ആ സ്ഥലം വീണ്ടും ഇതേപോലെ പണിയാനായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് അതും അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അനേകം പേരുടെ ആ ജീവനാന്ത സമ്പാദ്യം മുഴുവനും പിന്നെ കിട്ടാവുന്ന ലോൺ എല്ലാം സംഘടിപ്പിച്ചിട്ടാണ് ഈ വീടുകൾ ഒപ്പിച്ചെടുത്തത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വമാണത്. ആരോ പറഞ്ഞിട്ടുണ്ട്, സ്വന്തമായിട്ടൊരു വീടുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദി റിട്ടേൺ ടു ദി സേഫ്റ്റി ഓഫ് ദി മദേഴ്സ് വൂം എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വമാണ് നമ്മുടെ സ്വന്തമായൊരു വീട്. ആ വീടുകൾ മുഴുവനും ഇടിച്ച് നിർത്തി കഴിഞ്ഞിട്ട് പൈസ 4 വർഷമായിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. 4 വർഷമായിട്ട് ഇതിൻ്റെ കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഓരോ നിയമങ്ങൾ കാര്യങ്ങളുമൊക്കെ വീണ്ടും ജഡ്ജിമാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ജസ്റ്റിസ് ഗവായിയൊക്കെ. അതേസമയം ജഡ്ജ് അല്ലെങ്കിൽ ജസ്റ്റിസ് അരുൺ മിശ്ര, നവീൻ സിൻഹ മുതലായവരാണ് അന്ന് ഈ തീരുമാനമെടുത്ത് ഈ 5 കെട്ടിടങ്ങൾ പൊളിച്ചു കളയാനായിട്ട്. അന്നൊക്കെ ആൾക്കാരാകുന്നത്ര കാല് പിടിച്ച് കരഞ്ഞ് കണ്ണീരൊഴുകിയൊക്കെ പറഞ്ഞായിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യമാണ്, അത് നശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇപ്പോൾ ജഡ്ജിമാരിങ്ങനെ ഓരോന്നും മാറ്റി പറയണത്, ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്നത് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആശയം പ്രതീക്ഷയൊക്കെ നിലനിർത്തുന്ന ആൾക്കാരാണല്ലോ, അവരിങ്ങനെ പറയുന്നത് മഹാകഷ്ടമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഏതോ ജഡ്ജി ഹാരിസ് ബീരാൻ എന്ന് പറഞ്ഞ് ഗോൾഡൻ കായലോരത്തിൻ്റെ വക്കീലുണ്ട്, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭ MP കൂടിയാണ്. അപ്പോൾ ഈ രാജ്യസഭ MP യോട് ചോദിച്ച് ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തീരദേശ പരിപാലനത്തിന് ഒരു പുതിയ പ്ലാൻ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ കൂടി ചോദിക്കുമ്പോൾ ഒരു ഭയങ്കര ക്രൂരമായൊരു തമാശയായിട്ടാണ് ഇത് കാണുന്നവർക്ക് തോന്നുന്നത്. ഒരു വലിയ കഷ്ടം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ആ അവസ്ഥയാണ്. സാർ, ഈ വളർന്നു വരുന്ന നഗരങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് കൊച്ചിയാണ്. ജോലിക്കായിട്ടും പല ആവശ്യങ്ങളും പഠനാർത്ഥവും ഒക്കെ നിരവധി ആളുകൾ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്ന് കുടിയേറി പാർക്കുന്ന ഇപ്പോൾ നേവിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അതല്ലെങ്കിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് താഴെ തട്ടിലുള്ള ജോലി ചെയ്യാൻ വരുന്നവരുണ്ടാകും, പഠനത്തിനായി ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാകും. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ തന്നെ താമസ സൗകര്യത്തിന് ആവശ്യമായ സ്ഥലമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് ആളുകൾ മാറി ചിന്തിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ഒരു ആയുഷ്കാലം മുഴുവൻ ഉണ്ടാക്കാവുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് ഒരു ഫ്ലാറ്റ് നമ്മൾ മേടിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പൈസയുടെ ഒരു മൂല്യം വെച്ചിട്ട് 35 മുതൽ 50 ലക്ഷം രൂപ വരെ അന്ന് ഈ ഫ്ലാറ്റ് മേടിച്ച സമയത്ത് ഉണ്ടായി കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ആഡംബരം കൂടുന്നതനുസരിച്ച് വിലയും കൂടും. അപ്പോൾ ഇത്രയും വലിയ തുക മുടക്കി അവനൊരു ഫ്ലാറ്റ് മേടിച്ചാൽ അവൻ ആ ജോലി ചെയ്യുന്ന കാലം മുഴുവൻ ലോൺ അടച്ചാലേ ഒരു പക്ഷേ ഈ പൈസ തീരുള്ളൂ. അത്രയുമുള്ള പൈസ കൊടുത്ത് വാങ്ങിയ ഫ്ലാറ്റുകളാണ് ഒരു സുപ്രഭാതത്തിൽ പൊളിച്ചു കളയുന്നത്. അപ്പോൾ കോടതി ഒരു നിലപാടെടുക്കുമ്പോൾ ആ ജനങ്ങളുടെ അവരുടെ ഒരു കഷ്ടപ്പാട്, അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ സ്വപ്നങ്ങൾ ഇതെല്ലാം കൂടി തകരുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യത്വപരമായ ഒരു നിലപാട് കൂടി കോടതി ആ കണ്ണുകളിലൂടെ കാണണ്ടേ? അല്പം മനുഷ്യത്വത്തിൻ്റെ കുറവ് ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട് ജസ്റ്റിസ് അരുൺ മിശ്ര, നവീൻ സിൻഹ മുതലായവർക്ക്. അപ്പോൾ ഇവരിപ്പോൾ ഈ കാട്ടിക്കൂട്ടിനെ കണ്ടു കഴിയുമ്പോൾ ഇത്രയും ഉന്നതരായ ആൾക്കാരിങ്ങനെ ഒരേ സമയത്ത് വായ തോന്നിയത് പിച്ചുമ്പയും പറഞ്ഞ് ഓരോരുത്തരുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളയാന്ന് പറഞ്ഞാൽ മഹാകഷ്ടമാണ്. എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് ഐസക് ന്യൂട്ടൻ്റെ ജീവിതത്തിലൊരു സംഭവമാണ്. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ റിസർച്ച് നടത്തിയിട്ടുള്ള എല്ലാ ഫൈൻഡിങ്സും എല്ലാ രേഖകളും കൂടി ഒരു മുറിയിൽ സൂക്ഷിച്ചിരുന്നു. ആ മുറിയിൽ സാധാരണ ഐസക് ന്യൂട്ടൺ മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിലപ്പോൾ ഈ വേറെ ഒരു ആൾക്കതിൽ പ്രവേശിക്കാവുന്നത് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളർത്തിയിരുന്ന ഒരു അരുമയായ നായ ഉണ്ടായിരുന്നു. ഈ നായക്ക് എപ്പോൾ വേണമെങ്കിലും മുറിയിൽ വരാം, മുറിയിൽ നിന്ന് പോകാം, അങ്ങനെയായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഈ ഇലക്ട്രിക് ബൾബൊന്നുമില്ല. അതെ, മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കൊക്കെയാണ് കത്തിക്കുന്നത്. പെട്ടെന്ന് എന്തോ അത്യാവശ്യത്തിന് ഐസക് ന്യൂട്ടൺ പുറത്തേക്ക് പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസക് ന്യൂട്ടൺ പോയ തക്കത്തിന് വല്ല വല്ലതിനെയും കണ്ടിട്ടായിരിക്കും ഈ ഡയമണ്ട് എന്ന് പറയുന്ന നായക്കുട്ടി അവിടെ ഒക്കെ ഓടി നടന്നതിനെ പിടിക്കാൻ നടന്നതാണെന്ന് തോന്നുന്നു. മണ്ണെണ്ണ വിളക്ക് മറിഞ്ഞു വീണു, തട്ടി മറിഞ്ഞു വീണിട്ട് ആ തീ അവിടെ കിടന്ന് അങ്ങോട്ട് ആളി പടരാൻ തുടങ്ങി. മണ്ണെണ്ണയും കൂടി ആയി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കത്തി. അതെ, മുറി നിറച്ച് ഇദ്ദേഹം നടത്തിയിരിക്കുന്ന റിസർച്ച് മറ്റു കാര്യങ്ങളുടെ എല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ്. ഈ ഡോക്യുമെൻറ്റ്സ് മുഴുവനും കത്തിപ്പോയി. അപ്പോൾ ഐസക് ന്യൂട്ടൺ വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് ഈ മുറി മുഴുവനും പേപ്പറുകൾ ചാരമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ നായക്കുട്ടിയുടെ ദേഷ്യം തോന്നിനെ, പക്ഷേ ഐസക് ന്യൂട്ടൺ ഈ നായക്കുട്ടിയുടെ പുഞ്ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ പുഞ്ചിരി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തിരിച്ച് പുഞ്ചിരിച്ചു. എന്നിട്ട് ഈ നായക്കുട്ടിയോട് ചോദിച്ചു, ഡയമണ്ട് ദൗ ലിറ്റിൽ നോസ്റ്റ് ദി മിസ്ചീഫ് ദൗ ഹാസ്റ്റ് റോട്ട് എന്നാണ്. അതായത് നീ നടത്തിയ ഇവിടുത്തെ ഈ നാശം അത് എത്രയാണെന്ന് നിനക്കറിയോ എന്നും ചോദിച്ച് ഐസക് ന്യൂട്ടൻ അങ്ങോട്ട് നോക്കിയും പുഞ്ചിരിച്ചു, നായ ഇങ്ങോട്ടും നോക്കിയും പുഞ്ചിരിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ നായക്കുട്ടിയുടെ ചിരി പോലെയാണ് ഈ വക വർത്തമാനങ്ങൾ കേൾക്കുന്നത്. എല്ലാം ഒപ്പിച്ചു വെച്ച് എല്ലാവരുടെയും സ്വപ്നങ്ങൾ തകർത്തു. ആജീവനാന്തം സമ്പാദിച്ചത് മുഴുവനും നശിപ്പിച്ച് മണ്ണോട് മണ്ണ് ശേഷിക്കാതെ വെറും ചാരം പോലെ അത് മുഴുവനും ഇടിഞ്ഞു വീണു. എന്നിട്ട് ഇപ്പോൾ പറയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, ആ ബിൽഡിംഗ് പൊളിച്ചളയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ, അതിന് പകരം ചട്ടലംഘനത്തിൻ്റെ പേരിൽ പഴയ എന്തെങ്കിലും അടപ്പിക്കണമെങ്കിൽ ചട്ടലംഘനത്തിൻ്റെ പണവും വാങ്ങിച്ചിട്ട് ഇതങ്ങ് നോർമലൈസ് ചെയ്ത് കൊടുക്കാമായിരുന്നില്ലേ, പിന്നെ ഈ ഭൂമിയിൽ ഇനി ഇതേപോലെ പണിയാൻ പറ്റുമോ, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ കേൾക്കുന്ന നമുക്ക് കുഴപ്പമില്ല, ചിരിച്ചാൽ മതി. പക്ഷേ ഈ വീട് നഷ്ടപ്പെട്ടവരത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റും എനിക്ക് തോന്നുന്നത്. ഈ 2011 തീരദേശ പരിപാലന നിയമനത്തിൻ്റെ യാതൊരു ലംഘനവും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും അവിടെ ചെയ്തത്? ഇപ്പോൾ ഈ 5 ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്, 360ഓളം വീടുകൾ. അപ്പോൾ 360 വീടുകളിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചു. ഇതിൽ കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, സ്ത്രീകളുണ്ട്, വയ്യാതായ പ്രായമായ ആളുകളുണ്ട്. ഇവരെ എല്ലാം തന്നെ പുറത്തേക്ക് മാറ്റി ഇവർക്കെല്ലാം അഭയസ്ഥാനം കൊടുക്കുന്നു. അപ്പം ഈ ബിൽഡിംഗ് ഓണേഴ്സ് നൽകുമെന്ന് പറയുന്നു. 4 വർഷമായിട്ട് ആ പൈസ കിട്ടുന്നില്ല. അപ്പം ഇവരെല്ലാം തന്നെ 90% ബാങ്ക് ലോണിനെ ആശ്രയിച്ചായിരിക്കുമല്ലോ കഴിയുന്നത്, അല്ലെങ്കിൽ കൊള്ളപ്പലിശയ്ക്ക് പൈസ എടുക്കുന്നതായിരിക്കും. ഇവരൊക്കെ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാങ്ക് മാക്സിമം എത്ര തരുമോ അത് മുഴുവനും എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ആൾക്കാർ എടുക്കണല്ലോ. അപ്പോൾ അത് മുഴുവനും വെണ്ണീറായിപ്പോയി. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മനുഷ്യത്വരഹിതമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കോടതിക്ക് വേണമെങ്കിൽ ഈ കേസ് കുറച്ചുകൂടെ നീട്ടിവെക്കാമായിരുന്നു. പക്ഷേ അന്ന് ഇതിന് വേണ്ടിയിട്ട് കുറേ പ്രഷർ ചെലുത്തിയ ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ചിലപ്പോൾ ഗൂഢുദ്ദേശം ഉണ്ടാവും. അപ്പോൾ ഒരു കോടതി ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ന്യായമെന്ന് തോന്നുന്ന രീതിയിൽ തീരുമാനമെടുക്കുക, അങ്ങനെയല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിവിടെ നടക്കുന്നില്ല എന്നാണ് അന്ന് ഇവർ പറഞ്ഞത്. ഇതൊരു ഡിറ്ററൻ്റായിട്ട്, അതായത് ബാക്കിയുള്ളവർക്ക് ഇതൊരു മാതൃകയാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അനുഭവം എന്ന് മനസ്സിലാക്കട്ടെ, ഇനി മേലിൽ തീരദേശ നിയമം ലംഘിക്കാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ജസ്റ്റിസ് അരുൺ മിശ്രയൊക്കെ ഇത് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഇവിടെ ഈ പറയുന്ന പോലെ അതിന് എന്തെങ്കിലും പിഴയൊക്കെ അടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സർക്കാർ തന്നെ അത് ഏറ്റെടുക്കുകയോ ഏതെങ്കിലും ഉപകാരത്തിൽപ്പെടുത്തുകയോ ചെയ്യായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മുഴുവനും ഇടിച്ച് മണ്ണോട് മണ്ണ് ശേഷിക്കാത്ത രീതിയിലാക്കി അവരുടെ മുഴുവനും ജീവിതകാലത്തെ സ്വപ്നം മുഴുവനും തകർത്ത്, എന്നിട്ട് ഇപ്പോൾ ഈ വക വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറയുന്നതാണ്. അത് ഭയങ്കര കഷ്ടമാണ്. ജസ്റ്റിസുമാരൊക്കെ കുറച്ചുകൂടി ആലോചിച്ച് ഒന്ന് പെരുമാറേണ്ടതാണെന്നേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. ഈ തീരദേശ പരിപാലന നിയമത്തിൻ്റെ ലംഘനം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംസ്ഥാനം ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയിക്കാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നില്ല. നേരത്തെ ചെയ്യാമായിരുന്നു. അത് മാത്രമല്ല, ഈ ജസ്റ്റിസ് അരുൺ മിശ്ര എന്ന് പറയുന്ന ആളൊക്കെ ഭയങ്കര ടഫായിട്ട് ഇങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുന്ന, വേറെ ആരും എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ആളായിരുന്നു. പക്ഷേ ഈ ഇദ്ദേഹം വേറെ സ്റ്റേറ്റുകളിൽ ഇതേപോലെ ഏതാണ്ടൊക്കെ പ്രഖ്യാപനം നടത്തി ഈ കൃഷി ഭൂമിയുടെ എന്തോ കാര്യത്തിൽ. പക്ഷേ അവിടെ നാട്ടുകാരെ കൂടി ഭയങ്കര ബഹളം ഉണ്ടാക്കി പിന്നെ പുള്ളിക്ക് അത് പിൻവലിക്കേണ്ടി വന്നു. ഇവിടെ പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. എന്തായാലും ആൾക്കാർ അതൊക്കെ പറഞ്ഞതൊക്കെ നിയമപരമായിട്ടൊക്കെ പാലിച്ചു. പക്ഷേ എത്രയോ പേര്
അവരുടെ സ്വപ്നങ്ങൾ കണ്ണീരിൽ കുതിർന്നു പോയി, നശിച്ചില്ലാതെയായിപ്പോയി. അതാണ് അവസ്ഥ. ഈ പൊളിച്ചു മാറ്റിയ ഫ്ലാറ്റുകൾ നിന്നിരുന്ന സ്ഥലം വീണ്ടും ഉപയോഗിക്കാനാകുമോ എന്ന് പരിശോധിക്കണം എന്ന് കോടതി വാക്കാൽ നിർദ്ദേശിച്ചു. അപ്പോൾ എത്ര മണ്ടത്തിലാണ് പറയുന്നത്. കാരണം ആ ഫ്ലാറ്റ് ഈ പിന്നെ കല്ലിന്മേൽ കല്ലില്ലാതെ മൊത്തം ഇടിച്ചു പൊളിക്കുന്നു, അവിടെ പൊടിയുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ലോകത്തെ വൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെറിയ സ്ഫോടന രീതിയിൽ ഇത് പൊളിക്കുന്നു, ഇനി അവിടെ വീണ്ടും കെട്ടിടം നിർമ്മിക്കാവൂ. അപ്പോൾ എന്താണ് ഇതിനെ ഉദ്ദേശിച്ചില്ല, നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി മേടിക്കൊള്ളൂ എന്നാണ്. അത്രേ ഉള്ളൂ. അതെ, ഒരു നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു സിംറ്റംസ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവർ ജസ്റ്റിസുമാരൊക്കെ ഇത്രയും വലിയ ആൾക്കാരായിട്ട് നമ്മളൊക്കെ ഇത്രയും ബഹുമാനിച്ചിട്ട് അവർ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടു കൂടിയും കുറച്ച് മനുഷ്യത്വം കൂടി കാണിച്ചായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു നാട്ടുകാർക്ക് ഞാൻ ആലോചിച്ചു. എന്തായാലും ഈ മരടിലെ ഫ്ലാറ്റുകൾ പൊളിച്ചു നീക്കുന്നതിന് പകരം കനത്ത പിഴ ഈടാക്കി അത് പ്രശ്നം പരിഹരിച്ചാൽ മതിയെന്ന് സുപ്രീം കോടതി ജഡ്ജിയുടെ ഈ പരാമർശമുണ്ടല്ലോ, അത് ഇനി നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഇത്തരം വിധികൾ ഇനി മറ്റ് വിധികളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ അത് മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാൻ ഈ നിയമപാലകർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ. അതായത് പണ്ട് ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, ഹാങ്ങിങ് ജഡ്ജ് എന്ന് പറയും. ഏത് കേസ് വന്നു കഴിഞ്ഞാലും തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ചില ജഡ്ജിമാരുണ്ടായിരുന്നു. ഏകദേശം അതേപോലെ ഇപ്പോൾ ഇവരുടെ ഈ പ്രവൃത്തി വളരെ വിനാശകരമായ ഒരു തീരുമാനമായിരുന്നു അവർ എടുത്തത്. അത് ബിൽഡിങ്സിൽ പശുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം എന്തെങ്കിലുമൊക്കെ ഈടാക്കി ഫൈൻ അടപ്പിച്ച് അത് സർക്കാരിൻ്റെ എന്തെങ്കിലും ഓഫീസുകളാക്കി മാറ്റുക, എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അതിന് പകരം അപ്പം അന്ന് ഈ ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞത്, എനിക്ക് അവരുടെയൊക്കെ ജീവനെ പറ്റിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ നദിയുടെ അടുത്തും കടലിൻ്റെ അടുത്തൊക്കെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് ബിൽഡിങ്ങിന് എന്തെങ്കിലും കേടുപറ്റി ആൾക്കാർ മരിച്ച ആരാ സമാധാനം പറയണേ, എനിക്ക് അവരുടെ ജീവൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് അതിവിടെ എടുത്തപ്പോൾ അത് നടന്നു. പക്ഷേ വേറെ സ്റ്റേറ്റുകളിൽ ഇദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ അവിടെ നാട്ടുകാർ ബഹളം കൂട്ടി അത് പിൻവലിക്കേണ്ടതായിട്ട് അദ്ദേഹത്തിന് വന്നായിരുന്നു. അതാണ് സാധ്യത. എന്തായാലും അതൊരു വലിയ വിധി തന്നെയാണ്, നമുക്ക് കാത്തിരിക്കാൻ ഇനി എന്താ നടപടി എന്നൊക്കെ. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.